ഓപ്പറേഷൻ സിന്ദൂർ, പഹൽഗാമിലെ നിരപരാധികളുടെ രക്തത്തിന് ചുട്ട മറുപടി. 9 വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ മിസൈൽ ആക്രമണം. പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലും ഇസ്ലാമിക ഭീകരന്മാരുടെ രക്തം കൊണ്ട് ഒരു സിന്ദൂര തിലകം. പാകിസ്ഥാന്റെ സേനാ കേന്ദ്രങ്ങൾ ഒന്നും ആക്രമിക്കാതെ ഇസ്ലാമിക ഭീകരന്മാരെയും അവരുടെ സങ്കേതങ്ങളും ഹ്രസ്വദൂര മിസൈലുകൾ കൊണ്ട് തകർക്കുകയായിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ 15-ാം ദിവസം അതിശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യൻ സൈന്യം നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട സൈനിക നടപടിയിലൂടെ പാക് അധിനിവേശ കാശ്മീരിലെയും പാകിസ്ഥാനിലെയും 9 ഭീകര കേന്ദ്രങ്ങളാണ് സൈന്യം ആക്രമിച്ച് തകർത്തത്. ഇന്ന് പുലർച്ചെ 1 മണിക്ക് ശേഷം വെറും 23 മിനിറ്റ് മാത്രം നീണ്ടുനിന്ന ഓപ്പറേഷൻ സിന്ദൂരയിൽ കരസേനയും വ്യോമസേനയും സംയുക്തമായാണ് പങ്കെടുത്തത്. ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയിലെ പാക് ഭീകരൻ മസൂദ് അസറിന്റെ ഒളിത്താവളത്തിൽ ആക്രമിച്ചതിനെ തുടർന്ന് മസൂദ് അസറിന്റെ സഹോദരിയും ഭർത്താവും അടക്കം 14ഓളം ബന്ധുക്കൾ കൊല്ലപ്പെട്ടു. ഇത് മസൂദ് അസർ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ കൃത്യതയാർന്ന ലക്ഷ്യത്തിൽ മാത്രം സ്ഫോടനം നടത്തി നാശം വിതയ്ക്കുന്ന രീതിയാണ് ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ദൂരയിൽ സ്വീകരിച്ചത്. 71 ശേഷം 2025 വരെ സാധാരണക്കാരും സുരക്ഷാ സൈനികരുമടക്കം 950-ലധികം പേരെയാണ് പാക് സൈന്യവും പാക് ഇസ്ലാമിക ഭീകരവാദികളും ചേർന്ന് കൊലപ്പെടുത്തിയത്. ബഹവൽപൂരിലെ മർക്കസ് സുഫാനുള്ള എന്ന മസൂദ് അസറിന്റെ ഭീകര പരിശീലന കേന്ദ്രം, മരദ് കൈയിലെ ലഷ്കർ-എ തോയ്ബയുടെ ഭീകര പരിശീലന കേന്ദ്രം, അതായത് മുംബൈ ഭീകരാക്രമണത്തിലെ അജ്മൽ കസബിനടക്കം പരിശീലനം നൽകിയ ഹാഫിസ് സെയ്ദിന്റെ കേന്ദ്രം, കോഡ്ലിയിലെ 2 കേന്ദ്രങ്ങൾ, മുസാഫിറാബാദിലെ 2 കേന്ദ്രങ്ങൾ, ബർനാല, കലാനി, സിയാൽകോട്ട് അടക്കം 9 കേന്ദ്രങ്ങൾ, ശക്തമായ 24 മിസൈലുകൾ കൃത്യതയോടെ സൈന്യം പ്രയോഗിച്ചു. 150ഓളം ഭീകരർ കൊല്ലപ്പെട്ടിരിക്കാൻ സാധ്യത. 400-ലധികം പേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. മസൂദ് അസറും സാരമായി പരിക്കേറ്റ് ചികിത്സയിലാണ്.